അതിൻ്റെ മൊത്തം ടാക്സ് അടച്ചു തീർക്കുക. കാരണം IT റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല, അത് നെക്സ്റ്റ് ഇയറിലേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ടാക്സ് ഫുൾ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ 10 കോടിയാണെങ്കിൽ നമുക്കൊരു 5 കോടിയുടെ അടുത്ത് കൈ കിട്ടും. ഓക്കെ, ഈ 5 കോടി ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാവുന്ന രീതിയിൽ, അതായത് ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഇതിൽ കിട്ടുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ വർഷവും ലൈഫ് ലോങ് നമുക്കൊരു ഇൻകം കിട്ടുകയാണ്, വലിയൊരു ഇൻകമാണ് കിട്ടുക. ഒന്നും വേണ്ട, ഈ 5 കോടി SB അക്കൗണ്ടിൽ അല്ലെങ്കിൽ FD ആയിട്ട് ഇട്ടെന്ന് വിചാരിച്ചോ, 7% ഇൻട്രസ്റ്റ് കിട്ടും. 7% എന്ന് പറയുമ്പോൾ 5 കോടിയുടെ 7% 35 ലക്ഷമാണ് ഒരു വർഷം. ഈ ഒരു 35 ലക്ഷം വെച്ചിട്ട് ഇവർക്ക് കടങ്ങൾ വീട്ടുക, ഫ്രണ്ട്സിനെ സഹായിക്കുക, റിലേറ്റീവ്സിനെ സഹായിക്കുക, പിന്നെ ഇത് ലൈഫ് ലോങ് കിട്ടും ഈ ഒരു ഇൻകം. പക്ഷേ ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരം, അവർ ഒന്നും ഇതിൻ്റെ ടാക്സ് കറക്റ്റ് സമയത്ത് അടയ്ക്കില്ല. പിന്നെ ഈ എമൗണ്ട് മൊത്തം സ്പെൻഡ് ചെയ്യും, അതായത് കടം വീട്ടി, ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ കടം വീട്ടി, എല്ലാവരെയും സഹായിക്കണം. പക്ഷെ ഒരിക്കലും നമ്മളെ ക്യാപിറ്റൽ വെച്ചിട്ടല്ല സഹായിക്കേണ്ടത്, അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് പെർമനൻ്റ്ലി നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയാം, 5 ലക്ഷം അംബാനിയുടെ കിട്ടിയ അംബാനി അത് 30 ലക്ഷം ആക്കും അല്ലേ, 5 കോടി അംബാനി കിട്ടിയ അത് 100 കോടിയാക്കും. പക്ഷെ നമ്മൾ ഈ സാധാരണക്കാരുടെ കയ്യിൽ പൈസ കിട്ടുമ്പോഴാണ് കിട്ടുന്ന പൈസ നമ്മൾ ചിലവാക്കുക എന്നല്ലാതെ അതിൽ നിന്ന് പിന്നെ റിട്ടേൺ ഉണ്ടാക്കാറില്ല.